ഹലോ എവരി വൺ. ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും HSST കമ്പ്യൂട്ടർ സയൻസിന്റെ കൺഫർമേഷൻ എത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 8-ാം തീയതിയാണ് എക്സാം എന്നും നമ്മൾ അറിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം PSC പുതിയൊരു സിലബസും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിലബസ് എന്ന് പറയുന്നത് 2023 SC/ST കാറ്റഗറിയിലോട്ട് HSST കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ തസ്തികയിൽ നടന്ന എക്സാമിന്റെ അതേ സിലബസ് തന്നെയാണ് ഇപ്പോഴും പുതിയതായിട്ടായി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആയതിനാൽ പ്രിപ്പറേഷൻ ഓൾറെഡി തുടങ്ങിയവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഒന്നും തന്നെയില്ല. കാരണം അവർ പഠിച്ചിരുന്ന അതേ സിലബസ് തന്നെയാണ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്തതും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. എന്നാൽ ഇനി നമ്മളുടെ കയ്യിൽ ഉള്ളത് ഓൾമോസ്റ്റ് ഒരു 70+ ഡേയ്സ് ആണ്. അപ്പോ ഈ ഒരു ഡേയ്സിനുള്ളിൽ നമുക്ക് എങ്ങനെ ഇനി ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്തവർക്ക് എങ്ങനെ ഈ സിലബസ് പ്രകാരം ഈ കോഴ്സ് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു തസ്തികയിലേക്ക് വേണ്ടി പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു ഉത്തമ സൊല്യൂഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഐ+ ട്രെയിനിങ് സൊല്യൂഷനിലൂടെ നിങ്ങൾക്കായി നൽകുന്നത്. നമുക്കറിയാം, നമ്മൾ ഇത് 410/2023 കാറ്റഗറി കോഡ് ഓർ നോട്ടിഫിക്കേഷൻ നമ്പർ ആണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ. അതോടൊപ്പം ഇത് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ അണ്ടറിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ്. അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 40,600 to 95,600 ആണ്. ഇതിന്റെ ഗസറ്റഡ് ഡേറ്റും ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷനും എല്ലാം നമ്മൾ കണ്ടിരുന്നു. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ റിസീവ്ഡ് എത്രയാണ്? 25,602 ആപ്ലിക്കേഷൻസ് ആണ് ഇതുവരെ റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയും ആൾക്കാരാണ് ഈ ഒരു എക്സാമിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ മുമ്പിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു പൊസിഷൻ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ നിങ്ങൾക്കായി ഈ പറയുന്ന ഒരു വെബിനാറിലൂടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ക്ലാസ്സിലൂടെ ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് സിലബസ് അനാലിസിസും സ്റ്റഡി പ്ലാനും എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 6 മൊഡ്യൂളുകളിലൂടെ ഓരോ മൊഡ്യൂളിലും 16 മാർക്ക് വീതവും, അതോടൊപ്പം 6ാമത്തെ മൊഡ്യൂളായ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് 20 മാർക്കുമാണ് കിട്ടുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ സയൻസ്, അതിൽ 16 മാർക്ക്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, അവിടെയും നമുക്ക് 16 മാർക്കാണ് കിട്ടുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഡേറ്റാബേസ്, അവിടെയും 16 മാർക്ക്. നാലാമത്തെ മൊഡ്യൂൾ തിയറിറ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ്, 16 മാർക്ക്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, 16 മാർക്ക്. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്, അവിടെ 20 മാർക്ക്. ടോട്ടൽ 100 മാർക്കിന്റെ എക്സാം ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളത്. സിലബസിലോട്ട് പോവാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആണ്. 16 മാർക്കാണ് നമുക്ക് ഇവിടെ കിട്ടാനായിട്ടുള്ളത്. ഈ 16 മാർക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 ടോപ്പിക്കുകളാണ് കവർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സിലബസും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി അറിയാവുന്നതാണ്. നമുക്ക് ഇതിൽ വരുന്നത് ലീനിയർ ആൾജിബ്ര വരും, ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്കൽ ലോജിക്, കൗണ്ടിംഗ് തിയറി, സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, അതോടൊപ്പം തന്നെ ആൾജിബ്രായിക് സ്ട്രക്ചറും ഗ്രാഫ് തിയറിയുമാണ് ഉള്ളത്. ഇവിടെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ മാത്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തിയററ്റിക്കൽ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. മാത്രമല്ല, ഇതിന്റെ ഓൾറെഡി നമുക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് നമ്മളുടെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ ഒരു മാത്തമാറ്റിക്സ് ഫോർ CSE എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് ഏകദേശം എത്ര ഡേയ്സ് എന്നുള്ളതിന്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറയാം.
നമുക്ക് ഈ ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് മൊഡ്യൂൾ 1 മാത്തമാറ്റിക്സ് ഫോർ CSE കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 8 ദിവസം നമുക്ക് എടുക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ അടുത്ത സെക്കൻഡ് മൊഡ്യൂള് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ ആണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 16 മാർക്ക് കിട്ടുകയും അവിടെ നമുക്ക് 2 സബ്ജക്റ്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്, ഡിജിറ്റൽ ലോജിക്സും കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും. ഇവിടെയും നമുക്ക് തിയററ്റിക്കലും പ്രോബ്ലമാറ്റിക്കുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ കോർ പേപ്പറാണ്, കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവരുടെ കോർ പേപ്പറാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. അതിന്റെ ബേസിക് കൺസെപ്റ്റുകൾ മനസ്സിലാകണമെങ്കിൽ ഡിജിറ്റൽ ലോജിക്സും അറിഞ്ഞിരിക്കണം. അപ്പോ അതിലെ പ്രോബ്ലം ആയിട്ടും തിയററ്റിക്കൽ കൺസെപ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അതുപോലെ തന്നെ സെറ്റ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മൊഡ്യൂൾ 2 എന്ന് പറയുന്ന സബ്ജക്ട് ഫുൾ കവർ ചെയ്യുകയും അതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 16 മാർക്ക് നമുക്ക് കിട്ടുവാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ആ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്യാൻ ഏകദേശം 6 ദിവസം വേണ്ടി വരും. കാരണം 2 സബ്ജക്റ്റ് ആണുള്ളത്. ആ 2 സബ്ജക്റ്റിൽ നിന്ന് ഓരോ സബ്ജക്റ്റിനും 3 ഡേയ്സ് വെച്ച് നമുക്ക് എടുക്കുകയാണ് എങ്കിൽ കൺസെപ്റ്റുകൾ ഫുൾ കവർ ചെയ്യുകയും വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സും കവർ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത 2 മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഡാറ്റാബേസസ് ആണ്. ഇവിടെ സി പ്രോഗ്രാമിംഗ് കൺസെപ്റ്റും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റും അതോടൊപ്പം തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസെപ്റ്റും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. മാത്രമല്ല ഡാറ്റാബേസ് എന്ന് പറയുന്ന കോർ സബ്ജക്റ്റും ഇവിടെയാണ് നോക്കാനുള്ളത്. അപ്പോൾ 4 മൊഡ്യൂളുകൾ അല്ലെങ്കിൽ 4 സബ് ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 3യിൽ നിന്നും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. നമ്മൾ അതിന് ഒരു 12 അവർ ആണ്, 12 അവർ അല്ല 12 ഡേയ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 4ലോട്ട് പോവുകയാണ് എങ്കിൽ തിയറിറ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ ഒരു സിലബസ് പ്രകാരം കുറച്ച് ടഫസ്റ്റ് പോർഷൻ ഇതാണ്. അവിടെ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം ഓർ അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് അൽഗോരിതം, തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്നീ 4 മൊഡ്യൂളുകളാണ് ഉള്ളത്. ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്യാൻ ഏകദേശം നമുക്ക് ഒരു 12 ദിവസം, മിനിമം 12 ആണ്, മാക്സിമം മുന്നോട്ട് പോവാം. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് TUC ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അതുപോലെ തന്നെ അനാലിസിസ് ഓഫ് ഡിസൈൻ ആൻഡ് അൽഗോരിതം, ഇതൊക്കെ തിയറിറ്റിക്കൽ കൺസെപ്റ്റിൽ നിന്നുള്ള പ്രോബ്ലംസ് ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. പിന്നെ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതത്തിൽ നിന്നും നമുക്ക് തിയറിറ്റിക്കൽ കൺസെപ്റ്റിനാണ് കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നത്. അവിടെ നമുക്ക് കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പോൾ ഓരോ അൽഗോരിതത്തിന്റെയും കോംപ്ലക്സിറ്റി ഒന്ന് നോക്കി വെക്കുക. അതോടൊപ്പം തന്നെ അനാലിസിസിലോട്ട് വരികയാണ് എങ്കിൽ പലതരത്തിലുള്ള അൽഗോരിതം ഡിസൈൻ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം ഓരോ ഡിസൈൻ സ്ട്രാറ്റജി വഴി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന അൽഗോരിതംസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഏതൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ഈ ഒരു മൊഡ്യൂളിനും നമ്മൾ 12 അവേഴ്സ് ആണ്, അല്ലെങ്കിൽ 12 അവർ അല്ല 12 ഡേയ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ഇത് എന്ന് പറയുന്നത് നമ്മളുടെ കോർ സബ്ജക്ട് ആണ് അല്ലെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ നെറ്റ്വർക്കും. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം OSന്റെ ഫംഗ്ഷനാലിറ്റി, അതായത് പ്രോസസ് സിങ്ക്രണൈസേഷൻ, മെമ്മറി കൺസെപ്റ്റുകൾ, അതുപോലെ ഫയൽ കൺസെപ്റ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് കൺസെപ്റ്റ്, ഡെഡ് ലോക്ക്, അതായത് റിസോഴ്സ് മാനേജ്മെന്റ്, ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാലിറ്റി ആണ്. ഇതെല്ലാം ബന്ധപ്പെട്ട് നിന്നുള്ള ഒരു മൊഡ്യൂൾ ആണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് പഠിക്കാനായിട്ടുള്ളത്. മാത്രമല്ല തിയറിറ്റിക്കൽ പാർട്ടും പ്രോബ്ലമാറ്റിക്കൽ സെഷനും നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ പോർഷൻ നോക്കുകയാണ് എങ്കിൽ ISO OSA മോഡലുകളും അതിലെ ഓരോ ലെയേഴ്സും ഇമ്പോർട്ടന്റ് ആയിട്ടും അതിന്റെ ഫംഗ്ഷനാലിറ്റിയും നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെയും പ്രോബ്ലംസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് 8 മണിക്കൂറാണ് 8 മണിക്കൂർ മീൻസ് 8 അവേഴ്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ തൊട്ട് മുമ്പുള്ള മൊഡ്യൂൾ 3യും മൊഡ്യൂൾ 4ഉം 12 ഡേയ്സ് വെച്ചിട്ടായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിലോട്ട് പോവുകയാണെങ്കിൽ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. 20 മാർക്കാണ് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് ഈ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ്. അവിടെ നമുക്ക് വെബ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും അതോടൊപ്പം തന്നെ IT സെക്യൂരിറ്റി, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ടെക്നോളജി സെക്യൂരിറ്റിയും, ദെൻ മൊഡ്യൂൾ 3യിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗുമാണുള്ളത്. ഓരോ മൊഡ്യൂളിനും സെപ്പറേറ്റ് വെയിറ്റേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെബ് ടെക്നോളജിയിൽ നിന്ന് 8 മാർക്ക്, അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ നിന്ന് 7 മാർക്ക്, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ നിന്ന് 5 മാർക്കും കൂടിയാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം ഇവിടെ നമുക്ക് വെബ് ടെക്നോളജി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് പാർട്ടും കൂടിയാണ്. ചിലപ്പോൾ ഒരു കോഡ് സ്നിപ്പറ്റ് തന്നിട്ട് ഔട്ട്പുട്ട് പ്രൊഡിക്റ്റ് ചെയ്യാനോ
ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ IT സെക്യൂരിറ്റി എന്ന് പറയുന്നത് മുഴുവനും തിയറി കൺസെപ്റ്റ് ആണ്. പ്രോബ്ലം എന്ന് പറയുന്നത് മേ ബി RSA അൽഗോരിതത്തിൽ നിന്ന് ഉള്ള ഒരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലാതെ വേറൊരു പോർഷനിൽ അവിടെ ഒരു പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷനും ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് ഡിഫറെന്റ് ക്ലൗഡ് സർവീസസ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആസ് സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ഈ മെത്തേഡുകളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അതിന്റെ എക്സാമ്പിളുകൾ എല്ലാം നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ മൊഡ്യൂൾ ആയിട്ടുള്ള 6ാമത്തെ മൊഡ്യൂളും കവർ ചെയ്തിട്ടുണ്ട്. 6ാമത്തെ മൊഡ്യൂൾ പഠിക്കാൻ വേണ്ടി നമുക്കൊരു 6 ദിവസം ടൈം മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 6ാമത്തെ മൊഡ്യൂളിൽ നിന്ന് തിയറിറ്റിക്കൽ പാർട്ടുകൾ മാത്രമാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി കൺസെപ്റ്റ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. പ്രോബ്ലത്തിനാണല്ലോ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് സമയം പോകുന്നത് അല്ലെ. അപ്പൊ തിയറി കൺസെപ്റ്റുകൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ 52 ദിവസമാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഓക്കെ, 52 ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വരുന്ന ദിവസം എന്ന് പറയുന്നത് നമുക്ക് അഡീഷണൽ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വീക്ക് ഏരിയ അല്ലെ, നമ്മുടെ വീക്ക് ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ നമുക്ക് വീണ്ടും റിവിഷൻ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഓഗസ്റ്റ് 8 എന്നുള്ള ആ ഡേറ്റ് വരെ നമുക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. കാരണം നമുക്കൊരു ഒരു ബൗണ്ടറിയിൽ നിന്ന് നമുക്കിത് നിർത്തിയിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇനി നമുക്ക് റിവിഷനിലോട്ട് കടക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരു 52 ഡേയ്സ് കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കുക. ദെൻ 8 ഡേയ്സിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ദെൻ നമ്മൾ വീക്ക് പോയിന്റ് അനലൈസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ റിവിഷൻ കൊടുത്തിട്ട് ആ വീക്ക് പോയിന്റുകൾ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യുക. ഓക്കെ, അപ്പം അതിനു വേണ്ടിയുള്ള ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്